ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സാധാരണയിൽ വ്യത്യാസമായിട്ട് ഇടയ്ക്കൊന്ന് ലാപ്ടോപ്പിലേക്ക് നോക്കൂട്ടോ. കാരണം ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങളിലെ ചില സ്ഥലങ്ങളുടെ പേരും എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ലാപ്ടോപ്പിലേക്ക് നോക്കി പറയാൻ പോകുന്നത്. പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഘാന. ആ ഘാനയിൽ ഏതാണ്ട് 3ഓ 4ഓ സ്ഥലത്തായിട്ട് ദുർമന്ത്രവാദികളെന്ന് പറയപ്പെട്ട് അല്ലെങ്കിൽ അവരെ അടിച്ചേൽപ്പിച്ചിട്ട് അവരെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് സ്ത്രീകളെ. ഏതാണ്ട് 300 മുതൽ 500 വരെയുള്ള സ്ത്രീകൾ ഈ 4 സ്ഥലങ്ങളിലായിട്ട് ദുർമന്ത്രവാദം ഉണ്ടെന്ന് പറഞ്ഞ് അവരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ഥലങ്ങളുടെ പേരാണ് ഗംബക, പറ്റിങ്ക, നാനി ആൻഡ് നബുലി. ഈ 4 സ്ഥലങ്ങളിലായിട്ട് ഏതാണ്ട് 300 മുതൽ 500 വരെയുള്ള സ്ത്രീകളെ താമസിപ്പിച്ചിട്ടുണ്ട്. ഈ ഓരോ സ്ഥലത്തും ഈ സ്ഥലത്തിന്റെ അധിപനായിട്ടുള്ള ഒരാളുണ്ട്. അയാളാണ് ഈ സ്ത്രീകളെ എല്ലാം പൂർണ്ണമായിട്ട് സംരക്ഷിച്ചു വരുന്നത്. അവർക്ക് ആ താമസിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരുടെ കയ്യിന്ന് കല്ലേറ് കൊണ്ടൊക്കെ ചാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തുള്ള വേറെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ വന്നിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കൊല്ലുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തെയുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് ഈ സ്ത്രീകളെല്ലാം സംരക്ഷിച്ചു പോരുന്നത്. ഇപ്പൊ നമ്മൾ തനിയാവർത്തനം എന്ന് പറഞ്ഞിട്ടൊരു മൂവി കണ്ടിട്ടുണ്ട്. ആ തനിയാവർത്തനത്തിൽ ഈ മമ്മൂട്ടി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ ക്യാരക്ടർക്ക് രാത്രി വരുന്നൊരു സ്വപ്നം കണ്ടിട്ടാണ് അയാൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ പറഞ്ഞു അയാൾക്ക് ഭ്രാന്താണെന്നുള്ള മുദ്ര കുത്തപ്പെടുകയും പിന്നീട് അയാളെ ഐസൊലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇവിടെ ചില സമയങ്ങളിൽ ഇവര് രാത്രി ചിലപ്പോൾ ഉറക്ക സമയത്തൊക്കെ വല്ല സ്വപ്നം കണ്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവര് താമസിക്കുന്ന വീട്ടിൽ മറ്റാൾക്കാർക്ക് പനി വരുമ്പോൾ ഇവര് ദുർമന്ത്രവാദം ചെയ്തിട്ടാണ് ആൾക്ക് പനി വന്നേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നിസ്സാരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ ദുർമന്ത്രവാദി എന്ന് പറഞ്ഞ് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഈ 21ാം നൂറ്റാണ്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കാൻ യാതൊരു തരവുമില്ല. അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ വരും വീഡിയോകളിലൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.